കേരളത്തിന് 1059 കോടി രൂപ അനുവദിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. തുക അനുവദിച്ചത് അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ്. പലിശരഹിത വായ്പയായാണ് സഹായം. 50 വർഷം കൊണ്ട് തിരിച്ചടച്ചാൽ മതിയെന്നും 5 മാസം കൊണ്ട് ഉപയോഗിക്കണമെന്നും കേന്ദ്ര നിർദ്ദേശം. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ശരത് ലാൽ ചേരുന്നു. ശരത്, വയനാട് ദുരന്തത്തിൽ കേരളത്തിന് ഇതുവരെയും കേന്ദ്ര സഹായം ലഭിക്കാതിരിക്കുകയാണ്. പല വഴിക്കിപ്പോൾ കേന്ദ്ര സഹായങ്ങൾ ലഭിക്കുന്നത് എന്നതുകൂടി ഈ വാർത്തയുടെ പ്രത്യേകതയാണ് എന്ന് തോന്നുന്നു. എന്തൊക്കെ കാര്യങ്ങൾക്കായാണ് ഇപ്പോൾ ഈ 1059 കോടി രൂപ കേരളത്തിന് കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത്? ലക്ഷ്മി പൽപ്പ, ഈ 5 മാസം കൊണ്ട് ചെലവഴിച്ച് തീർക്കണം എന്ന ഉപാധിയോടുകൂടിയാണ് ഇത്രയും വലിയൊരു തുക കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത്. ഈ തുക കേരള ട്രഷറിയിൽ എത്തിക്കഴിഞ്ഞു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 1059 കോടി രൂപ അടിസ്ഥാന സൗകര്യ വികസനത്തിന്, അതായത് കൊച്ചി മെട്രോ മുതൽ മുഴുവൻ അടിസ്ഥാന സൗകര്യ വികസനത്തിനും മെട്രോ എക്സ്പാൻഷൻ മുതൽ തുടങ്ങി റോഡ് തുടങ്ങിയ എല്ലാവിധ അടിസ്ഥാന സൗകര്യത്തിനും ഈ തുക ഉപയോഗിച്ച് തീർക്കണം 5 മാസം കൊണ്ട് എന്നതാണ് ഇതിൻ്റെ കണ്ടീഷൻ. 5 മാസം കൊണ്ട് കേരളത്തിലേക്ക് ഇത്രയും വലിയൊരു തുക കേന്ദ്രം പമ്പ് ചെയ്യുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അടിസ്ഥാന സൗകര്യ വികസനത്തോടൊപ്പം തന്നെ കേന്ദ്രത്തിനെതിരെയുള്ള വയനാട്ടിൽ ദുരന്തത്തിന് തുക അനുവദിക്കാതിരിക്കാനുള്ള പ്രക്ഷോഭത്തെ തടയിടുക, കേരളത്തെ അവഗണിക്കുന്നില്ല എന്ന് ഒരിക്കൽ കൂടി പറയുക. ഇതാണ് കേന്ദ്രത്തിൻ്റെ അടിയന്തരമായിട്ടുള്ള ഇത്തരമൊരു തുക അനുവദിച്ചതിന് പിന്നിലുള്ളത് എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. കാരണം ഈ 5 മാസം കൊണ്ട് ഇത്രയും വലിയ തുക കേരളം എങ്ങനെ ചെലവഴിച്ച് തീർക്കുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ഈ സാമ്പത്തിക വർഷം, അതായത് മാർച്ച് 30-ന് മുമ്പേ ഈ തുക ചെലവഴിക്കണം. ഇത് തുക തിരിച്ചടക്കുന്നത് 50 കൊല്ലം കൊണ്ട് മാത്രമേ തിരിച്ചടക്കണ്ടൂ. അത് പലിശരഹിതമാണ്. സ്വാഭാവികമായിട്ടും കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ഇത്രയും വലിയൊരു തുക കേരളത്തിന് അനുവദിച്ചിരിക്കുകയാണ്. ഇത് എങ്ങനെ ചെലവഴിക്കണം എന്ന കാര്യത്തിൽ 5 മാസം കൊണ്ട് ഈ തുക എങ്ങനെ ചെലവഴിച്ച് തീർക്കണം എന്ന കാര്യത്തിൽ കേരളമാണ് നിലപാടെടുക്കേണ്ടത്. ഇത് സംബന്ധിച്ച പദ്ധതികൾ സമർപ്പിക്കണം. അതിനു മുമ്പേ തന്നെ ആദ്യ ഗഡു എന്ന നിലയ്ക്ക് ഒരു തുക 150 കൂടി 20% തുക 250 കൂടി രൂപ കേരള ട്രഷറിയിൽ എത്തുമെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തൊക്കെയായാലും കേന്ദ്രം കേരളത്തിന് 1059 കോടി രൂപ അനുവദിച്ചിരിക്കുന്നു. വയനാട് പാക്കേജിൽ ആവശ്യപ്പെട്ട തുകയുടെ നേർപകുതി മറ്റൊരു രീതിയിൽ കേരളത്തിൽ എത്തുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. കേരളത്തിലെ സമഗ്രമായ വികസനം, അതായത് വയനാട് മാത്രമല്ല, തിരുവനന്തപുരം മുതൽ കൊച്ചി മുതൽ കാസർഗോഡ് വരെയുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ് ഈ തുക വിനിയോഗിക്കേണ്ടത്. അത് 5 മാസത്തിനുള്ളിൽ തുക വിനിയോഗിച്ച് തീർക്കണമെന്ന ഒരു ഉപാധിയും കൂടി കേന്ദ്രം വെച്ചിട്ടുണ്ട്. ലക്ഷ്മി പത്മ, കേരളത്തിന് 1059 കോടി രൂപയാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കേന്ദ്രം അനുവദിച്ചിട്ടിരിക്കുന്നത്. ഇപ്പോൾ കേന്ദ്രം അനുവദിച്ച തുക ട്രഷറിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. 5 മാസത്തിനകം വിനിയോഗിച്ച് തീർക്കുകയും വേണം. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന് ശരത് ലാൽ.